ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനീസിൻ്റെ പാർട്ട് 4 ആണ്. ബോണസ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനി അവരുടെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അപ്പോൾ ബോണസ് ഷെയർസ് എവിടെ നിന്നൊക്കെ ഇഷ്യൂ ചെയ്യാം, ഏതൊക്കെ സോഴ്സ് യൂസ് ചെയ്യാം? അവർക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റും യൂസ് ചെയ്യാം, റവന്യൂ പ്രോഫിറ്റും യൂസ് ചെയ്യാം. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും, പക്ഷേ എന്ത് ചെയ്യും, ഹോൾഡിംഗ് കമ്പനീസിൻ്റെ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ എഫക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസലായി പോവാണ്. അപ്പോൾ നോ എഫക്റ്റാണ് അവിടെ വരുന്നത്. റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ മാത്രമേ അവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നുള്ളൂ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഫക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഈ നോ എഫക്റ്റ് വരുന്നതെന്നുള്ളത് നോക്കാം. ബിഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് 10,000 ആണെങ്കിൽ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറ്? ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ ഇപ്പോൾ 80% ആണ് എങ്കിൽ അത് എന്ത് ചെയ്യാറാണ് പതിവ്? ഗുഡ്വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഗുഡ്വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 10,000ൻ്റെ 80% 8,000 വരും. ഇനി ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ 80% ആകുമ്പോൾ ഔട്ട്സൈഡേഴ്സിൻ്റെ 20% ആണെങ്കിൽ അതെന്താ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്, അല്ലേ? ഇനി ഈ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതെന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും, അല്ലേ? പിന്നെ എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം? ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏതൊക്കെ കാൽക്കുലേഷനിൽ വരുന്നുണ്ട്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ ഗുഡ്വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് നിന്നാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതെന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും? ഗുഡ്വില്ലിനെയും എഫക്റ്റ് ചെയ്യും, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനെയും എഫക്റ്റ് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ബോണസ് ഇഷ്യൂ ആണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഏത് കാൽക്കുലേഷനിൽ വരുന്നുണ്ട്? ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റിനെയും ഗുഡ്വില്ലിനെയും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ്വിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്? ബിഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഗുഡ്വിൽ കൺസിഡറേഷൻ പെയ്ഡ്. ഇത് ഇമാജിനറി ഫിഗേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. കൺസിഡറേഷൻ പെയ്ഡ് ലെസ് വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ്. ഇനി എന്താണ് ലെസ് ചെയ്യാനുള്ളത്? ഗുഡ്വില്ലിൽ നിന്ന് ലെസ് ചെയ്യാൻ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ലെസ് ചെയ്യണം, അല്ലേ? ലെസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് 8,000. അപ്പോൾ കിട്ടുന്നതാണ് ഗുഡ്വിൽ, അല്ലേ? ഇനി എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, അല്ലേ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് സാധാരണ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇമാജിനറി ഫിഗേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. വാല്യൂ ഓഫ് ഷെയർസ് അക്യൂർഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടാറ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇനി ബോണസ് ഇഷ്യൂവും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ വരുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ആഫ്റ്റർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇപ്പോൾ 10,000 ആണെങ്കിൽ ബോണസ് എത്രയാണോ ഇഷ്യൂ ചെയ്തത് അത്രയും എമൗണ്ട് റെഡ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ലെസ് ബോണസ് ഇഷ്യൂ. ഇപ്പോൾ 9,000 ഇമാജിനറി ഫിഗറാണ്, 9,000 ലെസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയായി? 1,000 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയറും ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറും അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ എന്താണ്? 80%, അല്ലേ? 1,000ൻ്റെ 80% ഗുഡ്വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
ഇനി ഗുഡ് വില്ലിൽ എന്താണ് ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഗുഡ് വിൽ ആഫ്റ്റർ നമുക്ക് നോക്കാം. കൺസിഡറേഷൻ പെയ്ഡ് സെയിം തന്നെയാണ് അല്ലേ. കൺസിഡറേഷൻ പെയ്ഡ്, വാല്യൂ ഓഫ് ഷെയർസ് അക്വേർഡും സെയിം തന്നെയാണ്. ഇനി എന്താണ് മാറ്റം വരുന്നത്? ബോണസ് ഇഷ്യൂ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗുഡ് വില്ലിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ബോണസ് ഇഷ്യൂ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് എത്രയാണ്? 9,000 ആണ്. ഇവിടെ നമ്മൾ എന്തുമാത്രം? ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ മാത്രം ലെസ് ചെയ്താൽ മതി. ഹോൾഡിംഗ് കമ്പനീസ് ബോണസ് ഷെയർ എത്രയാണ് വരുന്നത്? 7,200. ഇനി ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആഫ്റ്റർ അല്ലേ. ആഫ്റ്റർ ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണ് വന്നത്? 800 ആണ്. 800 ലെസ് ചെയ്യാം. അപ്പോൾ 30,000 മൈനസ് 20,000 മൈനസ് 7,200 മൈനസ് 800 എത്രയാണ് ആൻസർ വരുന്നത്? 2,000 തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ബിഫോറും വന്നത് 2,000 തന്നെ, ആഫ്റ്ററും വന്നത് 2,000 തന്നെ. അതാണ് നോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാൽക്കുലേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആൻസർ എന്താണ്? സെയിം തന്നെയാണ് വരിക. നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും ഇതേപോലെ തന്നെയാണോ എന്നുള്ളത് നോക്കാം. വാല്യൂ ഷെയർസ് അക്വയർഡ് ബൈ ഔട്ട്സൈഡേഴ്സ് 5,000 തന്നെയാണ് വരിക. ഇനി എന്തുകൂടി ആഡ് ചെയ്യണം? ബോണസ് ഷെയറും കൂടി ഉണ്ട് അല്ലേ. ബോണസ് ഷെയറും ഉണ്ട് ഔട്ട്സൈഡേഴ്സിന്. അപ്പോൾ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറും ആഡ് ചെയ്യണം. ഔട്ട്സൈഡേഴ്സ് ഷെയർ 9,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 20% ആണ്. ഇനി ഔട്ട്സൈഡേഴ്സ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ എത്രയാണ് വരുന്നത്? 200 ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്ര തന്നെ വരും? 7,000 ആണ് വരിക. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനും ഗുഡ് വില്ലിനും ഒന്നും ചേഞ്ചസ് വരുന്നില്ല. എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട, സെയിം എഫക്റ്റ് തന്നെയായിരിക്കും. ഇനി റവന്യൂ പ്രോഫിറ്റ് വരുമ്പോഴാണ് ചേഞ്ചസ് വരുന്നത്. റവന്യൂ പ്രോഫിറ്റ് എന്താണ് ചേഞ്ചസ് വരിക? റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബോണസ് ഇഷ്യൂ ഫുൾ എമൗണ്ട് മൈനസ് ചെയ്ത് കാണിക്കണം. റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ബോണസ് ഇഷ്യൂവിൻ്റെ ഫുൾ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ഇനി നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. റവന്യൂ പ്രോഫിറ്റിലെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ നമ്മൾ എന്താ ചെയ്യാറ്? റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം അല്ലേ, ബാലൻസ് ഷീറ്റിൽ. ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഇനി ഇത് എന്തിനൊക്കെയാണ് എഫക്റ്റ് ചെയ്യുക? പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനൊക്കെയാണ് എഫക്റ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു. എന്തിനൊക്കെയാണ്? ക്യാപിറ്റൽ പ്രോഫിറ്റിന് പകരം ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത് റവന്യൂ പ്രോഫിറ്റിനെയാണ്. പിന്നെ എന്തിനൊക്കെയാണ് എഫക്റ്റ് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ സെയിം തന്നെയാണ്. ഗുഡ് വില്ലിനെയും എഫക്റ്റ് ചെയ്യും, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനെയുമാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഗുഡ് വില്ലിൽ നിന്ന് എന്താണ്? കൺസിഡറേഷൻ പെയ്ഡ്, അതിൽ നിന്ന് വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തും കൂടി? ബോണസ് ഷെയർസ്. ആരുടെ മാത്രം? ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയറും നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. പിന്നെ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവുക? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലാണ് ചേഞ്ചസ് ഉണ്ടാവുക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ച് വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ് ബൈ ഔട്ട്സൈഡേഴ്സിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യണം? ഔട്ട്സൈഡേഴ്സിൻ്റെ ബോണസ് ഷെയറും കൂടി ആഡ് ചെയ്ത് കാണിക്കണം. ഇനി നെക്സ്റ്റ് ഇത്രയുമാണ് എഫക്റ്റ് വരുന്നത്. എന്തൊക്കെയാണ് എഫക്റ്റ് വരുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ ചേഞ്ചസ് ഒന്നും കാണിക്കേണ്ട. റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഫുൾ ബോണസിൻ്റെ എമൗണ്ട് ലെസ് ചെയ്ത് കാണിക്കണം. പിന്നെ ഗുഡ് വിൽ കാൽക്കുലേഷനിൽ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ ഓഫ് ബോണസ് ഷെയർസ് ലെസ് ചെയ്ത് കാണിക്കണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ബോണസ് ഷെയർ ആഡ് ചെയ്ത് കാണിക്കണം. ഇത് റവന്യൂ പ്രോഫിറ്റിൻ്റെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ആകെ 3 എഫക്റ്റ് വരുന്നുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. The balance sheet of H Limited and its subsidiary S Limited on 31st December 2020 are as follows. वो ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ലിമിറ്റഡാണ് എസ് ലിമിറ്റഡിനെ അക്വയർ ചെയ്തത് അല്ലേ. അപ്പോൾ എസ് ലിമിറ്റഡിന് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 75,000 ഷെയർസ് ഉണ്ട്.
അതിൽ എച്ച് ലിമിറ്റഡ് അക്വയർ ചെയ്തത് ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടാവുക അല്ലേ. എത്ര ഷെയർസാണ്? 6000 ഷെയർസാണ് അവർ അക്വയർ ചെയ്തത്. എത്ര റുപ്പീസിനാണ്? 75,000 റുപ്പീസിനാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 10 റുപ്പീസാണ്. അപ്പോൾ എസ് ലിമിറ്റഡിന് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 7,500 ഷെയർസ് ഉണ്ട്. അതിൽ നിന്നും 6,000 ഷെയർസാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ്, S Limited had a general reserve of rupees 30,000. ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഡേറ്റ് വരെ എസ് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് ഏത് പ്രോഫിറ്റാണ്? ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 30,000 ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എസ് ലിമിറ്റഡ് ക്യാപിറ്റലൈസ്ഡ് ₹15,000 ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ആഫ്റ്റർ അക്വിസിഷൻ ഓഫ് ഇറ്റ്സ് ഷെയർസ് ബൈ എച്ച് ലിമിറ്റഡ് ബൈ മേക്കിംഗ് എ ബോണസ് ഇഷ്യൂ ഓഫ് 1 ഷെയർ ഫോർ എവരി 5 ഷെയർസ് ഹെൽഡ്. അപ്പോൾ എസ് ലിമിറ്റഡ് ക്യാപിറ്റലൈസ് ചെയ്തു 15,000. എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്തത്? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ആഫ്റ്റർ അക്വിസിഷൻ ഓഫ് ഷെയർസ്. പ്രോഫിറ്റ് ഏൺഡ് ആഫ്റ്റർ അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? റവന്യൂ പ്രോഫിറ്റ്. എന്താണ്? ബൈ മേക്കിംഗ് ബോണസ് ഇഷ്യൂ. അപ്പോൾ ബോണസ് ഇഷ്യൂ എവിടെ നിന്നാണ്? റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എമൗണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 15,000 റുപ്പീസാണെന്നുള്ളത്. അപ്പോൾ റവന്യൂ പ്രോഫിറ്റിനെയാണ് ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഫുൾ ബോണസ് എമൗണ്ട് 15,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയറും ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഹോൾഡിംഗ് കമ്പനി ഷെയർ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എസ് ലിമിറ്റഡിന് 75,000, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? അപ്പോൾ 7,500. അതിൽ നിന്ന് അക്വയർ ചെയ്തത് ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്തത് 6,000 ഷെയർസാണ്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 6,000 ഡിവൈഡഡ് ബൈ 7,500 ഇൻറ്റു 100. അപ്പോൾ വരുന്നത് 80% ആണ് ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ. 80% ആണെങ്കിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ എത്രയായിരിക്കും? 20% ആയിരിക്കും. വേറെ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ ജനറൽ റിസർവ് ബാലൻസ് 30,000 ആണുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ജനറൽ റിസർവ് എത്രയാണുള്ളത്? 30,000. വേറെ ഒന്നുമില്ല, 30,000 മാത്രമാണുള്ളത്. അപ്പോൾ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് 30,000 നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ 80%. എന്താണ് ചെയ്യേണ്ടത്? 30,000ൻ്റെ 80% കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം? ഗുഡ് വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ 24,000 ആണ് ഗുഡ് വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഇനി ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ 20%. 30,000 ഇൻറ്റു 20%, 6,000 എന്ത് ചെയ്യണം? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഇനി നെക്സ്റ്റ് എന്താണ്? റവന്യൂ പ്രോഫിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബോണസ് ഇഷ്യൂ വരുന്നുണ്ട്. ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് റവന്യൂ പ്രോഫിറ്റ് എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. റവന്യൂ പ്രോഫിറ്റ് എസ് ലിമിറ്റഡിൻ്റെ മാത്രമാണ് നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് എസ് ലിമിറ്റഡിൻ്റെ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ടും കൂടി ആഡ് ചെയ്യുക. ജനറൽ റിസർവ് 30,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 22,500 രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 52,500 ആണ് വരുന്നത്. അപ്പോൾ ഈ റവന്യൂ പ്രോഫിറ്റിൽ എന്തുകൂടി ഇൻക്ലൂഡഡ് ആണ്? നമ്മൾ ആദ്യത്തെ ക്യാപിറ്റൽ പ്രോഫിറ്റ് 30,000 കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ 30,000 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ലെസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് 30,000. ഇനി ഇതിൽ നിന്നാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് എത്ര എമൗണ്ടാണ്? ₹15,000 ആണ്. 15,000 റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ബോണസ് ഇഷ്യൂ 15,000. ഇപ്പോഴാണ് ആക്ച്വൽ റവന്യൂ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 7,500. ഇനി ഈ റവന്യൂ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ 80%. 7,500 ഇൻറ്റു 80%, 6,000. എന്താണ് ചെയ്യേണ്ടത്? 6,000 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100 × 80% 100. 100
റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ബാലൻസ് ഷീറ്റിലാണ് എമൗണ്ട് നമ്മൾ കാണിക്കാം. ഇനി ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ 20%, 75,000 ഇൻറ്റു 20%, 1,500 എന്ത് ചെയ്യണം? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ റവന്യൂ പ്രോഫിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? ഗുഡ് വില്ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഗുഡ് വിൽ ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കൺസിഡറേഷൻ പെയ്ഡ് എവിടെയാണ് എമൗണ്ട് ഉണ്ടാവുക? ഫിക്സഡ് അസറ്റ്സിൽ അല്ലേ? അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 6,000 ഷെയർസ് എത്രയാണ്? 75,000 റുപ്പീസിനാണ്. അതാണ് കൺസിഡറേഷൻ പേ ചെയ്തത്. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ്? 75,000 ആണ് വരിക. ലെസ് വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ് അല്ലേ? അക്വയർ ചെയ്തത് എത്ര ഷെയർസാണ്? 6,000 ഷെയർസാണ്. ഒരു ഷെയറിൻ്റെ വാല്യൂ എത്ര റുപ്പീസാണ്? 10,000. അപ്പോൾ വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ് എത്രയാണ് വരിക? 6,000 ഇൻറ്റു 10, 60,000. ഇനി എന്തുകൂടി ലെസ് ചെയ്യണം? ബോണസ് ഇഷ്യൂ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൂടി ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം? ഹോൾഡിംഗ് കമ്പനിയുടെ ബോണസ് ഷെയറിൻ്റെ ഭാഗം. അതായത് ടോട്ടൽ ബോണസ് 15,000 ആണ്. അതിൽ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ 80%. ലെസ് ബോണസ് ഷെയർസ് 15,000 ഇൻറ്റു 80%, 12,000 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ ഗുഡ് വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് വയ്ക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 24,000 ലെസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് 24,000. അപ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് ഫിഗറാണ് 21,000. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്നാണ് പറയുക. ക്യാപിറ്റൽ റിസർവ് എവിടെയാണ് നമ്മൾ കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കാൻ പാടില്ല. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെയാണ് ഈ ക്യാപിറ്റൽ റിസർവ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്? വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 7,500 ആണ്. അതിൽ 6,000 ഷെയർസ് എച്ച് ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. ബാക്കി എത്രയാണ് വരിക? 1,500. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 1,500 ഇൻറ്റു 10. ഷെയർസ് അക്വയർഡ് ബൈ ഔട്ട്സൈഡേഴ്സ് 15,000. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ട്? ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറും റവന്യൂ പ്രോഫിറ്റിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറും ആഡ് ചെയ്യാനുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ബോണസ് ഷെയറും ഉണ്ടല്ലോ ഔട്ട്സൈഡേഴ്സിന്. അപ്പോൾ ബോണസ് ഷെയറിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറും ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയുണ്ട് എന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്സൈഡേഴ്സ് ഷെയർ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എമൗണ്ട് വരുന്നത് എത്രയാണ്? 6,000 ആണ്. ഔട്ട്സൈഡേഴ്സ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് 6,000. നെക്സ്റ്റ് എന്താണ്? ഔട്ട്സൈഡേഴ്സ് ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്സൈഡേഴ്സ് ഷെയർ എത്രയാണ്? 1,500. ഔട്ട്സൈഡേഴ്സ് ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് 1,500. ഇനി എന്തുകൂടിയുണ്ട്? ബോണസ് ഷെയർ അല്ലേ? ബോണസ് ഷെയർസ് എത്രയാണ്? 15,000 ആണ് വരുന്നത്. അതിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ 20%. അപ്പോൾ 15,000 ഇൻറ്റു 20% എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോഴാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അപ്പോൾ നമുക്ക് ഫോർമാറ്റ് വരയ്ക്കാം. ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് അല്ലേ? ഫസ്റ്റ് വരുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ നമ്മൾ ആരെ മാത്രമേ കാണിക്കുള്ളൂ? എച്ച് ലിമിറ്റഡിൻ്റെ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ എമൗണ്ട് എത്രയാണ് വരുന്നത്? 3 lakh. ഷെയർ ക്യാപിറ്റൽ 3 lakh. നെക്സ്റ്റ് ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് അല്ലേ? അത് നമ്മൾ ആരെ മാത്രമേ കാണിക്കുള്ളൂ? എച്ച് ലിമിറ്റഡിൻ്റെ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക അല്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? റവന്യൂ പ്രോഫിറ്റിൻ്റെ ഹോൾഡിംഗ് കമ്പനി ഷെയർ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ക്യാപിറ്റൽ റിസർവ് കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം.
റിസർവ്സ് ആൻഡ് സർപ്ലസ്. നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫസ്റ്റ് ആഡ് ചെയ്യാം. ജനറൽ റിസർവ് 75,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 37,500. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? റവന്യൂ പ്രോഫിറ്റിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ. റവന്യൂ പ്രോഫിറ്റിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എത്രയാണ്? 6,000 ആണ് വരുന്നത്. അപ്പോൾ റവന്യൂ പ്രോഫിറ്റിൽ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഷെയർ 6,000. ഇനി എന്താണ് വരുന്നത്? ക്യാപിറ്റൽ റിസർവ് അല്ലേ, ഗുഡ് വില്ല് നെഗറ്റീവ് ഫിഗറാണ് വന്നത്. ക്യാപിറ്റൽ റിസർവ് വന്നത് എത്രയാണ്? 21,000 ആണ് വന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ റിസർവ് 21,000 എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 1,39,500 ആണ് വരുന്നത്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് 1,39,500. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ് ചെയ്യാറ്? എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും കൂടി ആഡ് ചെയ്യുക. 37,500 പ്ലസ് 7,500. ഇനി എന്തുകൂടി വരുന്നുണ്ട്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണിക്കണം അല്ലേ. ലയബിലിറ്റി സൈഡിലെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കൂടി കാണിക്കേണ്ടതുണ്ട്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് വരുന്നത് 25,500 ആണ് വരുന്നത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 25,500. ഇനി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വേറെ ഒന്നും വരുന്നില്ല, എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 5,10,000 ആണ് എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് അസറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് എങ്ങനെയാണ് ചെയ്യാറ്? എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും കൂടി ആഡ് ചെയ്യുക. 2,62,500 പ്ലസ് 75,000 രണ്ടും കൂടി ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മളിൽ കാണിക്കേണ്ട, ക്യാൻസലായിപ്പോയി. ഇനി കറണ്ട് അസറ്റ്സ് എന്താണ് ചെയ്യേണ്ടത്? എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും കൂടി ആഡ് ചെയ്ത് കാണിക്കാം. ഇനി ഇതിൽ വേറൊന്നും വരുന്നില്ല, ഗുഡ് വില്ല് വരുന്നില്ല, ക്യാപിറ്റൽ റിസർവാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ടാലി ആവുന്നുണ്ടോ എന്നുള്ളത്. ആഡ് ചെയ്യുമ്പോൾ 5,10,000 തന്നെയാണ് വരുന്നത്. നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്.